കോട്ടയം ചുങ്കത്തുമുപ്പത് വരയിന്മേൽച്ചിറ റോഡിലൂടെ നാട്ടുകാരുടെ ദുരിത സാഹസിക യാത്ര തുടരുന്നു. 6 അടി വീതിയിൽ നാട്ടുകാർ സ്ഥലം വിട്ട് നൽകിയിട്ടുണ്ടെങ്കിലും സുരക്ഷിതമായി നടന്നു പോകാനെങ്കിലും കഴിയുന്ന ഒരു റോഡ് നിർമ്മിച്ചു നൽകാൻ ഒരു അധികാര കേന്ദ്രത്തിൽ നിന്നും നടപടി ഉണ്ടായിട്ടില്ല. നല്ല വഴിയും കുടിവെള്ളവും വരയിന്മേൽച്ചിറ നിവാസികൾക്ക് ഇന്നും ഒരു സ്വപ്നം മാത്രമാണ്. ചുങ്കത്തുമുപ്പത് വരയിന്മേൽച്ചിറ റോഡ് എന്നാണ് പേരെങ്കിലും ഉള്ളത് ഒരു നടപ്പുവഴി മാത്രമാണ്. കോട്ടയം നഗരസഭ 37-ാം വാർഡിലെ 30-ലധികം കുടുംബങ്ങളുടെ ആശ്രയമാണ് ഈ വഴി. ഈ ഭാഗത്തുള്ള ചുരുക്കം ചിലർ ഇരുചക്ര വാഹനങ്ങൾ ഇതുവഴി കൊണ്ടുപോകാറുണ്ടെങ്കിലും ഭൂരിഭാഗം ആളുകളും ഈ വഴിയിലെ ചെളിക്കുഴികൾ ചാടിക്കടന്നാണ് എന്നും യാത്ര ചെയ്യുന്നത്. മഴ പെയ്യുമ്പോൾ ചെളി നിറയുന്ന വഴിയിലൂടെ നടക്കാൻ കഴിയാത്തതിനാൽ തോടിൻ്റെ സംരക്ഷണ ഭിത്തിയിലൂടെയാണ് നടത്തം. വഴിയാണ് നമ്മുടെ പ്രശ്നം. ഈ കൽക്കട്ട് വന്നതുകൊണ്ട് ഇപ്പോൾ കൽക്കട്ട് വഴി കയറി ഞങ്ങൾക്ക് നടക്കാൻ പറ്റും. അല്ല, ഞങ്ങൾക്ക് ഒരു കുടിവെള്ളമില്ല. ഇവിടെ ചുങ്കത്തുമുപ്പത് മുതൽ വരയിന്മേൽച്ചിറ വരെ കുടിവെള്ളം എത്തിക്കുകയും വഴി യോഗ്യമാക്കി തരികയും ചെയ്യണമെന്നാണ്. ചുങ്കത്തുമുപ്പത് പാലം മുതൽ വരയിന്മേൽച്ചിറ വരെ 6 അടി വീതിയിൽ റോഡിനായി പ്രദേശവാസികൾ സ്ഥലം വിട്ട് നൽകിയിട്ടുണ്ട്. ഈ ഭാഗം മണ്ണിട്ട് ഉയർത്തി കോൺക്രീറ്റിങ്ങോ ടാറിങ്ങോ നടത്തുന്നതിന് നഗരസഭയുടെയോ MLAയുടെയോ MPയുടെയോ ഫണ്ട് ലഭിക്കാനായി നാട്ടുകാർ നിരന്തരം പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ നടന്ന് ചെരുപ്പ് തേഞ്ഞതല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. 63 വയസ്സായി എനിക്ക്. 63 വർഷമായിട്ട് ഈ കിടപ്പായി വഴി കിടക്കുന്നത്. 100 പ്രാവശ്യം മതി ഈ വഴിയൊന്നും ഉണ്ടാക്കിയത് ഒരു 10 വണ്ടി മണ്ണടിച്ചത്. ഇതുവരെ ആർക്കും അനക്കമില്ല. മുനിസിപ്പാലിറ്റിക്കില്ല, MLAക്കില്ല, ഒരു അനക്കമില്ല. ഈ വെള്ളത്തിൽ കൂടെ ഞങ്ങൾ നീന്തുക, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നത്. ഈ കൽക്കട്ട കൂടെ വേണം പോകാൻ. കാല് തന്നെ തൂടില്ല. വഴി പോലെ തന്നെ കുടിവെള്ളവും ഇന്നും ഇവർക്ക് സ്വപ്നം മാത്രമാണ്. വേനൽക്കാലമായാൽ ശുദ്ധജലം വില കൊടുത്ത് വാങ്ങുകയോ ദൂരെ നിന്ന് വള്ളത്തിൽ എത്തിക്കുകയോ വേണം. കുടിവെള്ളം വേണേ നമുക്ക് ബുദ്ധിമുട്ടാണ്. അവിടുന്ന് ഈ തോട്ടിൽ പോള കയറി കഴിഞ്ഞാൽ അവിടുന്ന് വള്ളത്തിൽ നടന്ന് വന്ന് വേണം നമ്മൾ ഇവിടുന്ന് വെള്ളം എടുത്തുകൊണ്ട് പോകാനായിട്ട്. ഈ വെള്ളം നമുക്ക് എങ്ങനെ കുടിക്കാനാണ്? കുടിക്കാൻ പോലും പറ്റത്തില്ല. നല്ലൊരു വഴിയുണ്ടായാൽ ഈ ഭാഗത്തെ നെൽകൃഷിക്കും അത് ഗുണകരമാകും. വഴിയില്ലാത്തതിനാൽ നല്ലൊരു വീട് വയ്ക്കാൻ ബാങ്കുകളിൽ നിന്ന് വായ്പ പോലും ലഭിക്കുന്നില്ല. വഴിയും വെള്ളവും കിട്ടാനായി ഇവരുടെ കാത്തിരിപ്പ് തുടരുകയാണ്. അമൃത ന്യൂസ്, കോട്ടയം.